ആശ്രയമേകുന്നവൻ ആദരിക്കപ്പെടുമ്പോൾ. ഞാൻ നൽകുന്ന വാർത്തയുടെ തംബ്നെയിലിൽ ഒരു വൈദികന്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് വൈദികന്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ആണെന്നായിരിക്കും. എന്നാൽ ഇന്നങ്ങനെയല്ല. വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ നൽകുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ വൈദികരും ബിഷപ്പുമാരും പാസ്റ്റർമാരും മോശക്കാരാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന സാക്ഷ്യത്തോടെ ജീവിക്കുന്നവരെ ഞങ്ങൾ ബഹുമാനിക്കും, ആദരിക്കും. അവരുടെ നല്ല പ്രവർത്തികൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. ഇന്ന് ആയിരങ്ങൾക്ക് ആശ്രയമേകുന്ന ഒരു വൈദികൻ ആദരിക്കപ്പെട്ട ഒരു നല്ല വാർത്തയാണ് ITV ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മാനിച്ച് മംഗളം പബ്ലിക്കേഷൻസിൻ്റെ 56ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ മംഗളം നാഷണൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് മങ്ങാട്ട് ഫാദർ ജോൺ ഐപ്പന് ഡൽഹിയിൽ വെച്ച് സമ്മാനിച്ചതായുള്ള ഒരു വാർത്ത. ഈ വാർത്ത ഞാൻ ശ്രദ്ധിക്കുവാൻ കാരണം, ഞാൻ ഒരു തവണ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. യാക്കോബായ സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല സമരപരിപാടിക്കിടെയാണ് ഈ വൈദികനെ ഞാൻ ശ്രദ്ധിക്കുന്നത്. കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. എന്നിട്ടും പ്രത്യേകമുണ്ടാക്കിയ ഒരു ക്രച്ചസിൽ ഒത്തിയും ചാടിയും നടക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആ നടുറോഡിൽ ഇദ്ദേഹത്തോടൊപ്പം 2 കൊച്ചു പിള്ളേരും ഭാര്യയുമുണ്ട്. ദിവസങ്ങളോളം ഇവരെ ഞാൻ അവിടെ കണ്ടു. ഈ വൈദികനാണ് എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ എന്ന് മനസ്സിലാക്കുവാനും സാധിച്ചു. ഈ വൈദികൻ ഒരു തീവ്ര സഭാസ്നേഹിയാണ് എന്നെനിക്ക് അന്ന് മനസ്സിലായി. സാധാരണഗതിയിൽ സഭാപ്രവർത്തനങ്ങളുമായി പോകുന്ന വൈദികർ സഭയുമായി ബന്ധപ്പെട്ട കൂതാശകളിലും പരിപാടികളിലും മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. മറ്റ് പൊതുവിഷയങ്ങളിൽ ഒന്നും കാര്യമായി ഇടപെടാറില്ല. ഈ അവാർഡ് പരിപാടിയും എന്തെങ്കിലും ഒരു PR പരിപാടിയുടെ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്ത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ പലതവണ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഈ പ്രസ്താവനത്തെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന നിർധനരായ 1000-ൽ പരം രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചയ്ക്ക് സൗജന്യ ഭക്ഷണം, സൗജന്യ താമസ സൗകര്യം ഒക്കെ ഇവർ ഒരുക്കി കൊടുക്കുന്നു. സമീപ ജില്ലകളിൽ നിന്നെത്തുന്ന ഹൃദ്രോഗികൾ, വൃക്കരോഗികൾ, ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് കാണുവാൻ ഇടയായി. അതുമാത്രമല്ല, രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്ക് സൗജന്യ ഡയാലിസർ വിതരണവും ഒക്കെ നടക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടികളല്ല, വർഷങ്ങളായി അച്ഛൻ നിശബ്ദമായി നടത്തിവരുന്ന പരിപാടികളാണ്. ഇതിനൊരു പരസ്യമോ പബ്ലിസിറ്റിയോ ഒന്നും ഇല്ല. അതുപോലെ പല സംഘടനകളുമായി സഹകരിച്ച് പലതരത്തിലുള്ള അവബോധ പരിപാടികളും തുടർച്ചയായി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ജോണച്ചൻ കോട്ടയത്ത് മാത്രമല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബംഗളൂരുവിലും ഇതിലും വിപുലമായ രീതിയിൽ ചെയ്യുന്നു. അനുഗ്രഹ മിഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെ വലിയ സേവനങ്ങളാണ് ജോണച്ചൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തി വരുന്നത്. സെയിൻറ്റ് ജോൺസ്, നിംഹാൻസ് തുടങ്ങിയ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന നിർധന രോഗികൾക്ക് താമസവും ഭക്ഷണവും, പഠനത്തിനും ജോലി സംബന്ധവുമായ ആവശ്യങ്ങൾക്ക് ബംഗളൂരുവിൽ എത്തുന്നവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകി വരുന്നു. വാർദ്ധക്യകാല സഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സഹായങ്ങൾ, വിവാഹ സഹായങ്ങൾ, വീടില്ലാത്തവർക്കുള്ള പാർപ്പിട പദ്ധതികൾ, കൗൺസിലിംഗ്, അങ്ങനെ ഈ വൈദികൻ കൈവെക്കാത്ത മേഖലകളില്ല. അതുപോലെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് മാസങ്ങളോളം 9 ലേബർ ക്യാമ്പുകളിലും 11ഓളം ഗ്രാമങ്ങളിലും പ്രതിദിനം ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണവും ഭക്ഷണ കിറ്റുകളും മെഡിസിനുകളും ഒക്കെ ഇവർ നൽകിയിരുന്നു. അതിലെല്ലാം ഉപരി എന്നെ ആകർഷിച്ച കാര്യം അദ്ദേഹം ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ലളിത ജീവിതം നയിച്ച സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ പെരുന്നാളുകൾ, ആർഭാടങ്ങൾ ഒഴിവാക്കി നമ്മുടെ പള്ളിയുടെ വരുമാനത്തിൻ്റെ ദശാംശങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ കുടുംബങ്ങളിലെ ആർഭാടങ്ങളും ആഘോഷങ്ങളും മിതപ്പെടുത്തി നമുക്ക് ചുറ്റുമുള്ള നിർധനരും നിരാലംബരും ആയിട്ടുള്ളവരുടെയും സഹായത്തിന് വിനിയോഗിക്കണം എന്ന്. നമ്മുടെ സഭകളിലെ നിലവിലുള്ള സാഹചര്യമനുസരിച്ച് ഒരു വൈദികൻ ഇപ്രകാരം പറഞ്ഞാൽ സഭയിലും ഇടവകയിലും അവൻ വെറുക്കപ്പെട്ടവനാവും. എന്നാൽ ഈ വൈദികന്റെ വാക്കിനെ മാനിച്ച് അനേകം വിശ്വാസികൾ, അനേകം മനുഷ്യസ്നേഹികൾ ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ടാണ് വർഷങ്ങളായി ഇത്രയും വലിയ രീതിയിൽ യാതൊരു മുടക്കവും കൂടാതെ
സേവന പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. ജോണച്ചൻ താൻ ചെയ്യുന്ന ഈ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ എവിടെയും പരസ്യം ചെയ്തതായി കാണുകയോ ഒരു പിരിവ് നടത്തുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ അച്ഛൻ്റെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് നിരവധി ആദരവുകളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ സഹായം കൊണ്ട് ഒരു മുട്ടും ഇതുവരെ വന്നിട്ടുള്ളതായി അറിവില്ല. ആതുര സേവന രംഗത്ത് കുടുംബസമേതം പ്രവർത്തിക്കുമ്പോഴും ആശ്രയയുടെയും അനുഗ്രഹയുടെയും അമരക്കാരനായി നയിക്കുമ്പോഴും യാക്കോബായ സുറിയാനി സഭയുടെ വൈദിക സെക്രട്ടറി, യാക്കോബായ സുറിയാനി സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം, ബംഗളൂരു ഭദ്രാസന സെക്രട്ടറി എന്നീ പദവികളും അദ്ദേഹം വഹിക്കുന്നു. മങ്ങാട്ട് ജോണൈപ്പ് അച്ഛനൊപ്പം ഭാര്യയായ ഷൂബി ജോൺ, മക്കളായ ജോയൽ, ജേക്കബ്, ഭാര്യയുടെ സഹോദരിയും കന്യാസ്ത്രീയുമായ സിസ്റ്റർ ഗീല, അച്ഛൻ്റെ സഹോദരി സിസ്റ്റർ സ്ലോമോ എന്നിവരുൾപ്പെടുന്ന ഒരു വലിയ സംഘവും കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളത കൂടി നമുക്ക് അനുഭവവേദ്യമാകുന്നു. ജോണൈപ്പച്ചന് ഒരു വിഷമമേ ഉള്ളൂ. തൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാവരെയും സഹായിക്കുവാൻ സാധിക്കുന്നില്ല, പരിമിതികൾ ഉള്ളതുകൊണ്ട്. അച്ഛൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് അഭിനന്ദിക്കണമെന്നുള്ളവർക്ക് അച്ഛനെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതാണ്: 9448734019. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9448734019. സ്വന്തം സഭയ്ക്കും ഇടവകയ്ക്കും അപ്പുറത്തേക്ക് ഒരു വൈദികൻ്റെ കരുണയുടെയും കാരുണ്യത്തിൻ്റെയും കരങ്ങൾ നീളുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അനുഭവവേദ്യമാകുക. ക്രൈസ്തവ സഭകളിലെ ഓരോ പുരോഹിതരും നല്ല ശമരിയാക്കാരാകുമ്പോൾ, അവരുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയുവാൻ സാധിക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മൂല്യം ഉയരുന്നത്. അങ്ങനെ ആശ്രയമേകുന്നവർ ആദരിക്കപ്പെടുമ്പോൾ ക്രൈസ്തവ സമൂഹം കൂടി ആദരിക്കപ്പെടുന്നു. ഇതുപോലെ ഓരോ ക്രൈസ്തവ സഭകളിലെയും പുരോഹിതന്മാരുടെ നന്മകളെക്കുറിച്ച് ഓരോ ദിവസവും പറയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു. അനേകർക്ക് ആശ്രയമേകുന്ന ആശ്രയയുടെ അമരക്കാരൻ ഫാദർ മങ്ങാട്ട് ജോൺ ഐപ്പിനും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സഭയ്ക്കും അനുമോദനങ്ങളും ആശംസകളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.